എനിക്ക് തോന്നുന്നു ആസാദിയിലെ ക്യാരക്ടർ ഭയങ്കര കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കടം വാങ്ങിക്കുന്നൊക്കെ സീനുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ദാരിദ്ര്യം. അപ്പൊ ആ ഒരു ആർക്ക് എങ്ങനെ, അല്ലെങ്കിൽ ആ ഒരു ഗ്രാഫ് എങ്ങനെയായിരുന്നു? ചേഞ്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് നിങ്ങൾ പറയണം, നമ്മളായിട്ട് ഞാൻ അങ്ങനെ ഒരു പ്രപ്പൊക്കെ എടുക്കുന്ന അല്ല പ്രപ്പല്ല, നമ്മൾ ആ സംസാരിക്കുമ്പോഴാണല്ലോ കിട്ടുക. അപ്പൊ ഡയറക്ടർ നമ്മുടെ അടുത്ത്, ആസാദിന്റെ ഡയറക്ടർ ജോ എൻ്റെ അടുത്ത്, ചേട്ടാ ഇത് ചേട്ടാ പറ്റിരിക്കുക, അത് അതിൻ്റെ ഒരു പരിസരം നമുക്ക് പറഞ്ഞുതരാം. സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെ മാറുന്നതായിരിക്കാം. ഇപ്പോൾ പൈസ ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ആരുടെയും ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും നമുക്ക് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടാവുമല്ലോ അവസ്ഥ. അപ്പം അത് അങ്ങനത്തെ അവസ്ഥയാണെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡി അങ്ങനെ ആവുമായിരിക്കും. അറിയാൻ പാടില്ല. സതിയിലെ കാര്യത്തിൽ ചില അങ്ങനത്തെ ഒരു വാർഡ് ദരിദ്രന്മാരാണല്ലോ അവിടെ ആ ഒരു ജനറൽ വാർഡ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ കുറച്ചും കൂടെ സാമ്പത്തികമായിട്ട് ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വേറെ റൂമിൽ അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റൽസിലേക്ക് പോകുന്നതിൻ്റെ സ്ഥലത്ത് സാമ്പത്തികമായി ഏറ്റവും താഴെ കിടക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ. അപ്പോൾ കോസ്റ്റ്യൂമും എല്ലാം അങ്ങനെ തന്നെയാണല്ലോ. ഒരു മുഷിഞ്ഞ ഷർട്ടും മുണ്ടും ഷാബിയായിട്ടുള്ള ലുക്ക് ഷേവ് ചെയ്യാൻ പറ്റുന്നില്ല, ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡർ കിടത്തുമൊക്കെ അല്ലേ. സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഒരു അറ്റയറിലോട്ട് വരുമ്പോഴേക്ക് തന്നെ അത് ദാരിദ്ര്യം വരും. ദാരിദ്ര്യം വരുത്താൻ കുറച്ച് ബുദ്ധിമുട്ട്